യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കോണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പുറപ്പാട് 22. ഒരുത്തൻ ഒരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവനൊരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം. കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട അടികൊണ്ട് മരിച്ചു പോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകമില്ല. എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നുവെങ്കിൽ രക്തപാതകമുണ്ട്. കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം. അവൻ വകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണ നിമിത്തം അവനെ വിൽക്കണം. മോഷണ വസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. ഒരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റയ്ക്കാകട്ടെ തൻ്റെ കന്നുകാലിയെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തൻ്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം. തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയാൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരൻ്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയാൽ കള്ളനെ പിടികിട്ടിയെന്ന് വരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്നറിവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം. കാണാതെ പോയ കാള, കഴുത, ആട്, വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇതെനിക്കുള്ളതാകുന്നു എന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരുപാട്ടുകാരുടെയും കാര്യം ദൈവസന്നിധിയിൽ വരേണം. കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടി പകരം കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരൻ്റെ പക്കൽ കഴുത, കാള, ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോകുകയോ അതിന് വല്ല കേട് തട്ടുകയോ ആരും കാണാതെ കളവ് പോവുകയോ ചെയ്താൽ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്ന് യഹോവയെ കൊണ്ടുള്ള സത്യം ഇരുപാട്ടുകാർക്കും തീർച്ചയായിരിക്കണം. ഉടമസ്ഥന് അത് സമ്മതിക്കണം. മറ്റവൻ പകരം കൊടുക്കേണ്ട. എന്നാൽ അത് അവൻ്റെ പക്കൽ നിന്ന് കളവ് പോയി എന്ന് വരികിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം. അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം. കടിച്ചു കീറിപ്പോയതിന് അവൻ പകരം കൊടുക്കേണ്ട. ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെയില്ലാതിരിക്കെ വല്ല കേടും ഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. ഉടമസ്ഥൻ അരികെ ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട. അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ. വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോട് കൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പനാശേഷം മനസ്സിലായെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം. ക്ഷുദ്രക്കാരത്തിയെ നീ ജീവനോട് വെക്കരുത്. മൃഗത്തോടു കൂടി ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം. യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രാകാരത്തിലും ക്ലേശിപ്പിക്കുകയോ അവർ എന്നോട് നിലവിളിക്കുകയോ ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപവും ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. എൻ്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെയും ഇരിക്കരുത്. അവനോട് പലിശ വാങ്ങുകയുമരുത്. നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്ക് മുമ്പേ മടങ്ങി കൊടുക്കണം. അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം. പിന്നെ അവൻ എന്തൊന്നു പുതച്ചു കിടക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. ഞാൻ കൃപയുള്ളവനല്ലോ. നീ ദൈവത്തെ ദുഷിക്കരുത്. നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ശപിക്കുകയും അരുത്. നിന്റെ വിളവും ദ്രാവകവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരേണം. നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ. അത് 7 ദിവസം തള്ളയോടുകൂടി ഇരിക്കട്ടെ. 8-ാം ദിവസം അതിനെ എനിക്ക് തരേണം. നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത്. നിങ്ങൾ അതിനെ നായ്ക്കൾക്ക് ഇട്ട് കളയണം. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.